എന്താണല്ലോ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുട്ടി അഖിലിന്റെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. കുട്ടി അഖിലിനൊപ്പമാണ് നമ്മൾ ഇനിയുള്ള 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോകാൻ. മോർണിംഗ് വൈബ്സിൽ അഖില്, ഈ എനിക്കറിയാം സീനിയേഴ്സിന്റെ പേരാണല്ലേ കുട്ടി അഖിൽ. കോളേജിൽ പഠിക്കുമ്പോ ഈ ഞങ്ങളുടെ നാട്ടില് എന്റെ വീട് എറണാകുളമാണ്. അവിടെ ഈ പെരുമ്പാവൂർ, കോതമംഗലം, കോലഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കല്ലെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 എൽദോമാരുടെ തലയിൽ വീഴും. ഇവിടെ നേരെ അഖിൽ, വിഷ്ണു, പിന്നെ ഇവിടുത്തെ അഖില്, വിഷ്ണു ഒരുപാടുണ്ടാവും. വിഷ്ണു ഉണ്ടാവും, അഖിൽ ഒരുപാടുണ്ടാവും, പിന്നെ ശരത് ഒരുപാടുണ്ടാവും, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുള്ള സ്ഥലം. കോളേജിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ 5 or 6 അഖില് ഒരുമിച്ചുണ്ടായിരുന്നു. അതില് കാണാൻ കുഞ്ഞ് ഞാനായതുകൊണ്ട് സീനിയേഴ്സ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ് കുട്ടി. ഇത് ഫസ്റ്റ് റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോഴും അവിടെ 2 അഖിലുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാർ മാജിക്കിലൊക്കെയുള്ള അഖിൽ കവലിയൂരും ഞാനും. അപ്പോഴും അവര് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇനി മനസ്സിലായി, ഇനി ഞാൻ എന്റെ പേരിന്റെ കൂട്ടത്തിൽ എന്റെ അടുത്തിട്ടാലും എന്നെ ഇങ്ങനെ വിളിക്കൂ, പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ. ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞിട്ടെ, വലുതായി പല്ലൊക്കെ പോയി നരച്ചിരിക്കുമ്പോഴും പിന്നെ കുട്ടി അഖിലെ സന്തോഷമല്ലേ, നല്ല സന്തോഷമായിരിക്കും. പിന്നെ എല്ലാരും ഇപ്പൊ കുറെ അത്രയും ക്ലോസ് ആയ ആൾക്കാരായും കുട്ടി അഖിലേന്ന് വിളിക്കാറില്ല, കുട്ടിന്ന് മാത്രമേ വിളിക്കൂ. അഖിലൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അതൊരു രസാ, പേര് മാറി കുട്ടിയായി. കോളേജിൽ ടീച്ചേഴ്സ് തന്നെ കുട്ടിന്ന് വിളിക്കായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കുട്ടി കുട്ടിന്ന് വിളിക്കായിരുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ, കുട്ടികൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ചേർന്ന് പോയി കുട്ടി. അപ്പൊ എങ്ങനെ ഈ ഒരു സ്കിറ്റ്, ഇത്തരം ഈ തമാശ സ്റ്റേജ് പ്രോഗ്രാമിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? എവിടെ തൊട്ട് ഇങ്ങനെ പെർഫോമൻസ് ചെയ്തു തുടങ്ങിയായിരുന്നു? സ്കൂൾ ടൈം മുതൽ ഈ നാടകമൊക്കെ ചെയ്യും, മിമിക്രി ചെയ്യുമായിരുന്നു സ്കൂളിൽ. കോളേജിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഇത് സീരിയസ് ആയത് ഒരു കോളേജിൽ ലാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് എനിക്കിത്, അതിനു മുന്നേ ഇത് സീരിയസ് ആയിട്ട് വന്നു. ആ ടൈമിലാണ് എനിക്ക് ട്രൂപ്പിലോട്ടൊക്കെ ഉള്ളൊരു എൻട്രി ആയിരുന്നു. അപ്പൊ ട്രൂപ്പില് നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാനൊക്കെ എനിക്ക് വേണ്ട അതിന്റെ അവസാന കണ്ണികളായിരിക്കും. ഉത്സവപ്പറമ്പ് ട്രൂപ്പ്, അതിനുശേഷം TV, സിനിമ, അങ്ങനത്തെ ഒരു പ്രോസസ്സാണല്ലോ പണ്ട് മുതലുള്ള. നമ്മുടെ സീനിയേഴ്സ് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെയും ഞാനൊക്കെ ഉണ്ട്, അതായിരുന്നു റൂട്ട്. ഇപ്പൊ പിന്നെ ഡയറക്റ്റ് ടെലിവിഷൻ, പിന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രായമുള്ള, ഞാൻ പറഞ്ഞത് ഇപ്പൊ പുതിയ പിള്ളേരുണ്ട്, നമ്മുടെ അനിയന്മാരുണ്ടല്ലോ. അപ്പൊ അന്ന് ആദ്യം ട്രൂപ്പിൽ വരുന്നു, ട്രൂപ്പിൽ ഒക്കെ പ്രോഗ്രാമൊക്കെ, ഉത്സവപ്പുറമ പരിപാടിയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നിട്ട് പിന്നെ TV-യിൽ ഒരു എൻട്രി വരും. അങ്ങനെ TV-യിലോട്ട് വന്നു. അവിടുന്നാണ് പിന്നെ ബാക്കി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം. അതായിരുന്നു റൂട്ട്. ഞാൻ അപ്പൊ ഈ മിമിക്രി, ഇമിറ്റേറ്റിംഗ് എന്നുള്ളത് ഉണ്ടായിരുന്നോ വളരെ സീരിയസ് ആയിട്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോ യൂത്ത് സ്റ്റേജിലൊക്കെ? ഉണ്ടായിരുന്നു. ഇമിറ്റേറ്റിംഗ് ഉണ്ടായിരുന്നു, മിമിക്രി ഉണ്ടായിരുന്നു. മിമിക്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു തരി പോലും ബാക്കിയില്ലാത്തല്ല. ഞാൻ മിമിക്രി ട്രൂപ്പ് അതിലൊക്കെ വരുന്ന സമയത്ത് ഈ അനുകരണം എന്ന് പറയുന്ന സെഗ്മെന്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത സമയത്താണ് ഞാൻ വന്നത്. സ്കിറ്റിന് ഭയങ്കര പ്രാധാന്യമുള്ള സമയത്തൊക്കെയാണ്, പ്രാധാന്യം ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ വരുന്നത്. അന്ന് ഈ മിമിക്രി അനുകരണം പരിപാടി ഒരു സ്റ്റേജിലും ഇല്ല. അതുകൊണ്ടൊന്നും എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല. ഇപ്പൊ ഈ ടൈം വരെയും എനിക്കത് പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരു സെഗ്മെന്റ് എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല. അപ്പൊ കൂടുതൽ സ്കിറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊന്നത് പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. പിന്നെ അന്ന് ഈ സ്കൂള് കലോത്സവം മിമിക്രി വേറെയാണല്ലോ. അവിടെ നമ്മള് ഇപ്പൊ സ്കൂളില് മിമിക്രി മത്സരം എന്ന് പറയുമ്പോൾ 4 പേരെ ഉണ്ടാവും. വേറിപ്പോ ചിലപ്പോ ഒരു 3 പേര്, വലിയ ഇതിലോട്ട് വരുമ്പോൾ കുറച്ചെണ്ണം കൂടെ. ഈ 3 പേരിൽ ഉള്ളതിൽ ബെറ്റർ നമ്മളായിരിക്കുമല്ലോ. അങ്ങനത്തെ പരിപാടി അതായിരുന്നു. അല്ലാതെ ഈ ഇപ്പോഴെല്ലാരും ചെയ്യുന്ന ഇപ്പൊ കോമഡി ഉത്സവത്തിലൊക്കെ പിള്ളേരൊന്നുമില്ല, സീരിയസ് മിമിക്രി അല്ല. അന്നത്തെ കലോത്സവം മിമിക്രി ഇന്ന് ഇപ്പൊ ചെയ്യാൻ ഒന്നും അറിയത്തില്ല. ഇപ്പം പിന്നെ ഒന്ന് എന്തേലും ചെറുതായിട്ട് അറിയാമെങ്കിലും ചെയ്യൂല. കാര്യം എന്താ അറിയാമോ, ഈ കോമഡി ഉത്സവമൊക്കെ വന്നതിന് ശേഷം ഈ ഇതിന്റെ പെർഫെക്ഷന്റെ അങ്ങേയറ്റം എന്നുള്ള സാധനം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് പെർഫെക്റ്റ്. ഞാൻ പറയട്ടെ, ഈ എന്താണേലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടേ ശബ്ദം തെളിയിട്ടേന്നാണോ? കൂക്കി തെളിയാൻ പൊളിയും. രാവിലെ ഉറക്കോടിട്ടിരുന്ന് TV വെച്ചോണ്ടിരിക്കും, മൂട് കളഞ്ഞ് എന്ന് പറയും. ഓക്കെ. അപ്പം മിമിക്രി അങ്ങനെ സ്കൂള്, മിമിക്രി ഏത് തലവരെ പോയിട്ടുണ്ട്? സംസ്ഥാന തലം വരെ എത്തിയിട്ടുണ്ടോ? സ്കൂൾ കലോത്സവത്തില് ആണല്ലേ? ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ഉണ്ട്, പിന്നെ പോളിടെക്നിക് കലോത്സവം ഉണ്ട്. ഇത് രണ്ടിന്റെയും ഗുണമെന്ന് പറയുന്നത് ഈ രണ്ടിടത്തും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ എനിക്ക് എന്റെ മിമിക്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്റ്റേറ്റിൽ സെക്കൻഡ്. അപ്പൊ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് എന്റെ ഉണ്ട്. ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വളരെ കുറച്ച് പിള്ളേരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ജയിച്ച നേരെ സ്റ്റേറ്റാ. സബ് ജില്ലയില്ല, റവന്യൂ ഇല്ല, ജില്ലയില്ല, സോണില്ല, ഒന്നുമില്ല, നേരെ
സ്റ്റേറ്റ്. അതുകൊണ്ട് സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള സാധനം സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. പക്ഷെ സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്ക് കേരളം മൊത്തം വരും, മത്സരമൊക്കെ അടിപൊളിയായിരിക്കും. ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞാലേ, ഞാനും ഈ സ്കൂളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ അല്ലറ ചില്ലറ തട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പങ്കെടുക്കുന്ന മെയിൻ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം? സംസ്കൃതം പദ്യം ചൊല്ലൽ, തമിഴ് പദ്യം ചൊല്ലൽ. ജഡ്ജിമെന്റ് ടീച്ചറിന് പോലും സംസ്കൃതം അറിയില്ല. വരുമ്പോ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക, ഉള്ളതിൽ ആരാടോ ഇച്ചിരി സംസ്കൃതം പറഞ്ഞത് നേരെ ഇത് കൊടുക്കുക. ഈസി ആയിട്ട് പോയിന്റ് അടിക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ടീമിൽ 4 പേരും കയറ്റും, അതിൽ 3 പേർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നൈസ് ഐഡിയ. അത് പണ്ട് ഈ നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഭയങ്കര മത്സരമാണല്ലോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് ഡ്രാമയ്ക്കൊക്കെ പേര് കൊടുക്കും. എന്നിട്ട് അന്നത്തെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ പത്രം വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ നാടാൻ തുടങ്ങുമ്പോൾ അവിടെ ഇവിടെ ഒരു ചായക്കട സെറ്റൊക്കെ ഇട്ടിട്ട് എങ്ങിരിക്കും. അപ്പൊ ഒരാൾ രാവിലെ എടുത്ത് വെച്ചിട്ട് ടുഡേ ന്യൂസ് പത്രം എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ പാരഗ്രാഫ് വയ്ക്കും. അപ്പൊ അപ്പുറത്ത് വാവ് റിയലി അമേസിങ്. അപ്പൊ അത് 5 മിനിറ്റ് മതിയല്ലോ. അപ്പൊ ഈ മത്സരത്തിന് ഒരു ടീമേ ഉണ്ടാവുള്ളൂ. ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞേ ഒരു കണ്ടന്റ് പോയേ നമുക്ക് ഫസ്റ്റ്. എല്ലാ തരികിട പരിപാടി ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും അത് പിന്നെ മറ്റേ എങ്ങനെ പറയാ, ജാത്തിയാലുള്ളത് തൂത്താ പോലും അങ്ങനെയുണ്ട് പറയുന്നത്. കറക്റ്റ് പറഞ്ഞാൽ പട്ടീനെ 12 പറഞ്ഞിരിക്കും. ഓക്കെ. അപ്പൊ